ശ്രീ വിജി തമ്പി, ഇപ്പോൾ ഈ TMC MLA പ്രതികരണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതായത് ഹിന്ദു സ്വാഭിമാന ദിനം December 6 ആ നിലയ്ക്കാണ് ഭാരതം ആചരിക്കുന്നത്. ആ ദിവസം കൊൽക്കത്തയിലെ മുർഷിദാബാദിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ബാബറുടെ പേരിലുള്ള പള്ളി പുനർനിർമ്മിക്കുമെന്ന് TMC പ്രഖ്യാപിക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. വളരെ അപകടകരമായ ഒരു പോക്കാണ് പല സ്ഥലങ്ങളിലും, ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഭരണമുണ്ടായിരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ബംഗാളും കേരളവും. ഇത് രണ്ടുമാണ് ഭാരതീയതയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദേശീയതയ്ക്കെതിരായിട്ട് എല്ലാ കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാള് എത്രയോ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലായിരുന്നു, അവരും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം മമതാ ബാനർജി ഏറ്റെടുത്തപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമല്ല കാര്യം അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബംഗാളിൽ ഏറ്റവും സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിൽ ഉപരിയായിട്ട് അടുത്ത ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് പേരെ ഇങ്ങോട്ടേക്ക് കടത്തി ഈ ബംഗാളിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം അത് അങ്ങ് അറ്റത്ത് ബംഗാളിലും ഇങ്ങറ്റത്ത് കേരളത്തിലും വളരെ ശക്തമായി അത് നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ബാബർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു പള്ളിയുടെ ആവശ്യമേ ഇല്ല. കാര്യം ആ ബാബർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് ആ ശ്രീരാമ ജന്മഭൂമി ആ ക്ഷേത്രത്തിനെ തകർത്തിട്ട് അവിടെ ഒരു പള്ളി നിർമ്മിച്ചിട്ട് അവിടെ ബാബറി മസ്ജിദ് എന്ന് പേരിട്ടതാണ്. അങ്ങനെ ഒരു ബാബറി മസ്ജിദ് എന്ന പേരിലോ അല്ലെ ബാബറുടെ പേരിലോ വേറൊരു പള്ളിയും ഭാരതത്തിൽ എങ്ങും നിലനിൽക്കുന്നില്ല. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഒരു ഹിന്ദുത്വ വിരോധം കാണിക്കാനും മതവിദ്വേഷം വളർത്താനും ചില മതങ്ങളെ പ്രീണിപ്പിക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം തന്നെയാണിത്. അതിലൊരു സംശയമില്ല. ഇതിൽ ഭാരത സർക്കാർ കൃത്യമായി ഇടപെടുകയും അതിനെ എതിർക്കുകയും അവിടെ നിർമ്മിക്കപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടുള്ള നടപടികൾ ഭാരത സർക്കാർ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ഇത് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഭാരത സർക്കാർ അതിൽ ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാര്യം ബംഗാള് ഭാരതത്തിനകത്ത് തന്നെയാണല്ലോ, ഒരു സ്റ്റേറ്റ് ആണെങ്കിലും അത് ഭാരതത്തിന്റെ മൊത്തത്തിൽ ആ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ, ഇങ്ങനെ ഒരു വിഷയം അവിടെ അരങ്ങേറുമ്പോൾ അതിനെ കണ്ടില്ല എന്നടിക്കാൻ ഭാരത സർക്കാരിന് കഴിയില്ല. അതിൽ ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനെ തടയണം. ഒരിക്കലും അത് അനുവദിക്കപ്പെടാൻ പാടില്ല. കാര്യം ഒരു പള്ളി പണിയുന്നതിനൊന്നും യാതൊരു വിരോധവും ഇല്ല. എവിടെ വേണമെങ്കിൽ പള്ളി പണിയട്ടെ. ഇപ്പൊ തന്നെ എത്രയോ പള്ളികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ സ്ഥലങ്ങളിലും പണിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയകളിൽ ഇങ്ങനെയുള്ള പള്ളികൾ വരാൻ പാടില്ല എന്ന് നിയമം ഉണ്ടെങ്കിൽ പോലും ആ നിയമത്തിനെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് എത്രയോ പള്ളികൾ പല സ്ഥലങ്ങളിൽ ഉയരുന്നു. അപ്പോൾ പള്ളി ഇപ്പോൾ അവിടെ വന്നു വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അതൊരു ബാബറി മസ്ജിദ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ അയോധ്യയിൽ അങ്ങനെ ഒരു സംഭവം ആ ഒരു തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുന്നിൽ മോറിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ മറ്റൊരു പതിപ്പ് വീണ്ടും ബംഗാളിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഭാരതീയതയ്ക്കെതിരാണ്, ദേശീയതയ്ക്കെതിരാണ്. ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക ഒരു മത സൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന രീതിയിലായിരിക്കും. അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല. അതിനെ വിശ്വ പരിഷത്ത് ശക്തമായി എതിർക്കുകയും ചെയ്യും. അതിലൊരു സംശയമില്ല. അത് ദേശീയതയിൽ തന്നെ ആ വിശ്വ പരിഷത്ത് ദേശീയ നേതൃത്വം തന്നെ അതിൽ ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഭാരത സർക്കാർ അതിൽ ഇടപെടണം, അതിനെ തടയണം. അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല. വളരെ നന്ദി ശ്രീ വിജി തമ്പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയതുപോലെ VHPയുടെ ദേശീയ നേതൃത്വമാണ് ഈ വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തേണ്ടത്. കാരണം അയോധ്യയിൽ നിലനിന്നിരുന്ന തർക്കമന്ദിരം December 6 നീക്കം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത് കാർ സേവകരാണ്, രാമഭക്തരാണ്. VHP എന്ന സംഘടന അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തെ നയിച്ച ഒരു സംഘടനയാണ്. അതിനാൽ ഹൈന്ദവ സംഘടന എന്ന നിലയിൽ തീർച്ചയായും ഈ വിഷയത്തിൽ VHPയുടെ ദേശീയ നേതൃത്വം ഇടപെടും എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പ്രതികരിച്ചത്.